നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ശോഭാ സുരേന്ദ്രൻ്റെ ആക്ഷേപം ഇന്ന് അണപൊട്ടി ഒഴുകി. ന്യൂസ് 18 ക്യാമറയ്ക്ക് മുന്നിൽ BJP സംസ്ഥാന അധ്യക്ഷനെതിരെ ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിച്ചു. BJP സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് തനിക്ക് അഭിമാനക്ഷതമേറ്റെന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റെ പരാതി. ശോഭാ സുരേന്ദ്രൻ തന്നെ മാറ്റി നിർത്തി എന്നും ആക്ഷേപിക്കുന്നു. ഈ ആക്ഷേപങ്ങളിൽ കഴമ്പുണ്ടോ എന്നാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദാണ്. ശ്രീ മുഹമ്മദ്, വലിയ ദുഃഖത്തോടു കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ തൻ്റെ അഭിപ്രായങ്ങൾ ഇന്ന് പങ്കുവച്ചത്. ന്യൂസ് 18 ഡെപ്യൂട്ടി എഡിറ്റർ അപർണ കുറുപ്പിനോടാണ് പാർട്ടിക്ക് വേണ്ടി ജീവിതത്തിൽ സർവസ്വവും താൻ നഷ്ടപ്പെടുത്തിയെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. എന്തു തോന്നുന്നു? ശോഭാ സുരേന്ദ്രൻ്റെ ആക്ഷേപത്തിൽ കഴമ്പുണ്ടോ? ഹലോ സാറേ, നമസ്കാരമുണ്ട്. നമസ്കാരം, പറയൂ. അപ്പൊ ശോഭാ സുരേന്ദ്രനോ പിന്നെ ശോഭ പറഞ്ഞതും മറ്റേ സുരേന്ദ്രൻ പറഞ്ഞതും എല്ലാം TV-യിൽ കൂടെ കണ്ടു. അപ്പൊ അവര് വലിയ തെറ്റിക്കണ്. അപ്പൊ തെറ്റിക്കാണ്ടിരിക്കാണ് ഇപ്പൊ. അപ്പൊ തെറ്റിക്കാണ്ട് ഓരോന്ന് കൂടിക്കാണ്ട് പരസ്പരമൊക്കെ ഒന്ന് തെറ്റിക്കാണ്ട് ജനങ്ങളെ സ്ഥിതിയും കേരളത്തിന്റെ സ്ഥിതി ഒന്ന് മനസ്സിലാക്കട്ടെ. ഇവിടെ വന്നുകാണ്ട് എന്തേലുമൊക്കെ പറഞ്ഞു പോവുകയാണ് ഒരു മന്ത്രി ഉണ്ട്. ആ മന്ത്രി ഇല്ലാതെ പറഞ്ഞു പോയി കഴിഞ്ഞതിന് ശേഷം അത് ബാക്കി നമ്മളെ സുരേന്ദ്രനും പറയാണ്. അങ്ങനെ ഇവിടെ ഒരു സ്വൈരം ഈ ഭരണത്തിന് ഓരോ സുഖം കൊടുക്കണില്ല. ഇവിടെ എന്ത് ചെയ്താലും അപ്പൊ ഓരോ തമ്മിലൊന്ന് തർക്കിച്ചുകാണ്ട് ഓരോന്നെ ഒന്ന് മനസ്സിലാക്കട്ടെ. പിന്നെ ഇത് പിന്നെ അവിടെ ഇപ്പൊ കുറച്ചും കൂടി ആളായിക്ക് ജനക്കണേ എന്നുള്ളവർക്ക് ഒരു ഇതൊക്കെ ഉണ്ട് ഇപ്പൊ അവർക്ക്. അപ്പൊ ആട് പോയതുകൊണ്ടൊന്നും കാര്യമല്ല. ഇവിടെ കേരളം കണ്ടുകാണ്ട് ഇപ്പൊ ഓരോ അങ്ങനെ കളിച്ചല്ല. ഏതായാലും വളരെ നന്ദി താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിന്. ബാലരാമപുരത്തു നിന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, ശിവദാസൻ. ശ്രീ ശിവദാസൻ, ഈ ശോഭാ സുരേന്ദ്രന്റെ ആക്ഷേപത്തെ എങ്ങനെ നോക്കിക്കാണണം? സാർ, ശോഭാജി പറഞ്ഞ കാര്യങ്ങള്, ന്യൂസ് 18 പറഞ്ഞ കാര്യങ്ങളും ഒരു കാര്യം പോലും തെറ്റായിട്ട് ഇന്ത്യൻ സമൂഹവും കേരള സമൂഹവും കാണുന്നില്ല. എല്ലാം സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞതെന്നാണ് പറയുന്നത്. സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞത് സാർ. രണ്ടാമത്തെ കാര്യം, ശോഭാ സുരേന്ദ്രൻ പാർട്ടിക്ക് ഇറങ്ങുമ്പോൾ തന്നെയാണ് കുടുംബം വരെ ഇത്രയും വർഷാവാൻ കാരണം. അവർ കുടുംബസ്വം കിട്ടിയില്ല, അവർ പാർട്ടിക്ക് വേണ്ടി മരിക്കുന്ന സ്ത്രീയാണ്. ശോഭാജിയെ പോലെ ഒരു സ്ത്രീ BJP-യിൽ ഏത് ലേഡിയുണ്ട്? ഈ സുരേന്ദ്രൻ അദ്ദേഹം പോലും ആ പരിസരത്ത് എത്തുമോ? ഓരോ സ്ഥാനപ്പെടുത്തി കേന്ദ്രമന്ത്രി ആക്കുന്നു, MP ആക്കുന്നു. ഇവർക്ക് എന്ത് മന്ത്രിയായി പോകില്ലേ, MP ആയി പോകില്ല? എന്തുകൊണ്ട് BJP സംസ്ഥാന നേതൃത്വം എന്തുകൊണ്ട് പറയുന്നില്ല അവരെ പറ്റി? സ്ത്രീ ആയതുകൊണ്ടാണോ? ഇവര് ഗൗരി അമ്മയെ കഴിഞ്ഞാൽ അടുത്ത് വെക്കുക സ്ത്രീ എന്ന് പറയുക ശോഭാജി മാത്രമേ ഉള്ളൂ. ഞാൻ കോൺഗ്രസ് ഞാൻ എവിടെയും പറയും, ശോഭയ്ക്ക് പകരം വെക്കാൻ ഏത് ലേഡിയുണ്ട് ഈ BJP-ക്കകത്ത്? അവരാണപൊട്ടിയുള്ള വേദന കഷ്ടപ്പെട്ട് നീരൊഴുക്കി കല്ല് ചുമക്കും പോലെ കൂലിപ്പണി ചെമന്ന് വന്ന പാർട്ടി ചെമന്നൊരു സ്ത്രീയാണ്, ഒരു അമ്മയാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ്. അവർക്ക് അർഹിക്കുന്ന അംഗീകാരം കിട്ടിയില്ലെന്നാണ് താങ്കളുടെയും ആക്ഷേപം. ഏതായാലും വളരെ നന്ദി ശ്രീ ശിവദാസൻ അഭിപ്രായം പങ്കുവച്ചതിന്. പത്തനംതിട്ടയിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, പേര് പറയൂ. പുഷ്പ, എന്തു തോന്നുന്നു ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ കേട്ടിട്ട്? ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കാര്യം സത്യസന്ധമാണ്. മുതിർന്ന നേതാക്കളെ നമ്മള് സംസ്ഥാന നേതൃത്വം അവഗണിക്കാൻ പാടില്ല. അവരൊക്കെ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് ജീവിച്ചവരാ. അവരെ ഒന്നും ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. നേതൃത്വം കുറെ കൂടെ ശ്രദ്ധിക്കാനുണ്ട്. എന്തെങ്കിലും സ്ഥാനം മോഹിച്ച് വരുന്നവരെ കൂടെ നിർത്താതെ കൊണ്ട് ഇതുപോലുള്ള ആൾക്കാരെ കൂടെ നിർത്താൻ ഇവര് പ്രത്യേകം ശ്രദ്ധിക്കണം. പുഷ്പ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണോ? രാഷ്ട്രീയക്കാരിയൊന്നുമല്ല ഞാൻ സാധാരണ ഒരു സാധാരണ ആളാണ്. അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. ഞാനൊരു BJP-കാരിയുമായി എനിക്ക് ഇവരെയൊക്കെ ഒഴിവാക്കുന്നതിൽ വിഷമമുണ്ട്. കാരണം വ്യക്തി ഉണ്ടായിരുന്നു, സന്ദീപ് വാര്യർ ഉണ്ട്. ഇവരെ ഇങ്ങനെയൊക്കെയുള്ള മുതിർന്ന ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടി എടുത്തവരെ ഇവർ തടയാൻ പാടില്ല. തടയുന്നു എന്നാണ് പൊതു ആക്ഷേപം. അത് തന്നെയാണ് താങ്കളും പറയുന്നത് അല്ലേ? ഏതായാലും താങ്കളുടെ അഭിപ്രായം പാർട്ടിക്കാർ കേൾക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. വടകരയിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, ശ്രീ ബാലകൃഷ്ണൻ. ഇന്ന് ഈ ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണങ്ങൾ കേട്ട് കാണുമല്ലോ. വലിയ വേദനയോടുകൂടിയാണ് അവർ സംസാരിക്കുന്നത്. എന്ത് തോന്നി ആ വാക്കുകൾ കേട്ടിട്ട്? നമസ്കാരം. നമസ്കാരം. അവർ വേദനിക്കുന്ന കാര്യം എന്തിരിക്കുന്നു?
കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നിട്ടുണ്ടോ? അവർക്ക് അറിയിക്കുന്നതിൽ കൂടുതൽ ദേശീയ സമിതി അംഗമായിരുന്നില്ലേ മാഡം? അല്ല അതായിരുന്നു മാഡം ഒരു മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ ജനഹൃദയങ്ങളിൽ ഉണ്ട് എന്ന് അവിടെ തെളിയിച്ചല്ലേ വോട്ടിംഗ് കൊണ്ട്. അല്ല, പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു ദേശീയ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ഒരാൾ മണ്ഡലത്തിൽ നിന്നപ്പോൾ നല്ല വോട്ട് നേടിയെന്ന് താങ്കൾ തന്നെ സമ്മതിക്കുന്ന ഒരാൾ ഇപ്പോഴെവിടെ പോയി? എന്തുകൊണ്ടാണ് അവർക്ക് വേദിയൊന്നും ഇല്ലാത്തത് എന്നാണ് അവരും ചോദിക്കുന്നത്. അത് സംഘടനയുടെ പ്രശ്ന. അതിലാരും ഇടേണ്ട. സംഘടനക്ക് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. സംഘടന കൈകാര്യം ചെയ്യും. കേന്ദ്ര നേതൃത്വത്തോട് പരാതിപ്പെടേണ്ടതാണ് മാഡം. മാഡം പബ്ലിക് ഇത് പറഞ്ഞത് ഒട്ടും ശരിയല്ല. പ്രത്യേകിച്ച് മാഡം ഈ സംഘടനയിൽ കൂടി വളർന്നു വന്ന ആളാണ്. ഈ സംഘടനയുടെ സെറ്റപ്പും ചുറ്റുപാടും എന്താണെന്ന്. അല്ല, പക്ഷെ അവര് ശ്രീ ബാലകൃഷ്ണൻ അവര് പറഞ്ഞെന്താണെന്നറിയുമോ? ചില കാര്യങ്ങൾ സമൂഹത്തോട് തുറന്നു പറയേണ്ടിയിരിക്കുന്നു. അത് പാർട്ടിയെ കൂടുതൽ നന്നാക്കാൻ വേണ്ടിയാണ്, അല്ലാതെ പൊതുമധ്യത്തിൽ അവഹേളിക്കാൻ വേണ്ടിയല്ല. അല്ല, അങ്ങനെയാണെങ്കിൽ സാറിനോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. മാഡം ഇപ്പം സമൂഹ മാധ്യമം കൂടി പാർട്ടി അവഹേളിക്കുക ചെയ്തിരിക്കുന്നു. പക്ഷെ പാർട്ടി അവഹേളനത്തിന് അർഹതപ്പെടില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ദേശീയ സമിതി അംഗമാക്കിയൊരു വനിതയെ കേരളത്തിൽ അഥവാ അധികാരത്തിൽ വന്നോ? കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നിട്ട് അവർക്ക് സ്ഥാനം കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് സ്ഥാനത്തിന് വേണ്ടിയല്ല അവർ ചോദിക്കുന്നത്. അവരെ പൊതുരംഗത്ത് അവരെ ഉൾപ്പെടുത്തുന്നില്ല, അവരെ മാറ്റി നിർത്തുന്നു. സംസ്ഥാനത്ത് ഒരു പ്രഭാരിയെ നിശ്ചയിക്കുന്നു, പ്രഭാരി വരുന്നു, ചർച്ച ചെയ്യുന്നു. പ്രകാശ് ജാവ്ദേക്കറാണ് പ്രഭാരിയായി പുതിയതായി നിയമിതനാകുന്നത്. 3 ചർച്ചകൾ നടത്തി. ഇവിടെ എല്ലാം ശോഭ സുരേന്ദ്രൻ പുറത്താണ്. എന്തുകൊണ്ടാണ് അവരെ മാത്രം അങ്ങനെ പുറത്താക്കിയെന്നാണ് അവർ ചോദിക്കുന്നത്. ഞാൻ സാറിനോട് മുമ്പേ ഒരു വാക്ക് പറഞ്ഞില്ലേ, കേരളത്തിലെ ജനഹൃദയങ്ങളിൽ അവരുണ്ട്. ശോഭ മാഡം എന്നും തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവര് അർഹിക്കുന്ന സ്ഥാനം അവർക്ക് കിട്ടിയിരിക്കൂ. പേടിക്കാനില്ല. യാതൊരു സംശയം ആർക്കും വേണ്ട. ഇതുകൊണ്ടൊന്നും പാർട്ടിയൊന്നും ചെയ്യാനൊന്നും ആരും ഉദ്ദേശിക്കുന്ന ശോഭ മാഡം നാളെ CPM-ലേക്ക് പോകുന്നുള്ള പ്രചാരം ഉണ്ടാവും. ഒരിക്കലും ഇല്ല. സംഘടനയെ കൂടി വളർന്നു വന്ന മേഡം അത്. അല്ല, അവരത് പറഞ്ഞു. മറ്റ് പാർട്ടി വിട്ടു പോകുന്ന ഒരു പ്രശ്നമില്ല, പാർട്ടിക്കകത്തു നിന്ന് തന്നെ തന്റെ നിലപാടുകൾ വ്യക്തമാക്കുക എന്നാണ് അവരും ഉദ്ദേശിക്കുന്നത്. ഏതായാലും അതെന്തായാലും തിരുത്തിക്കോട്ടെ. പ്രശ്നത്തില് കേരളത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട്, ഇല്ല അതല്ല. ഞാൻ മുമ്പത്തെ ചർച്ചയിൽ പറഞ്ഞതാണല്ലോ, കേരളത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഇത് കേന്ദ്ര നേതൃത്വം പ്രശ്നങ്ങൾ എല്ലായിടത്തും, എല്ലാ പ്രസ്ഥാനങ്ങളിലും, എല്ലാ രാജ്യത്തും ഒക്കെ എല്ലായിടത്തും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ ആ പ്രശ്നങ്ങളിലേക്കെന്നല്ല പറഞ്ഞത്. സ്വാഭാവികമായി അവരുടെ ഒരു വികാരം ഇങ്ങനെ അണപൊട്ടി ഒഴുകിയപ്പോൾ അത് സ്ഥാനം കിട്ടും എന്നാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും വളരെ നന്ദി ബാലകൃഷ്ണൻ വടകരയിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. ജയപ്രകാശ് എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. ജയപ്രകാശ്, പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാലക്കാട് എലപ്പുള്ളിയിൽ. ഈ ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം കേട്ടിട്ട് ജയപ്രകാശിന് എന്താണ് തോന്നിയത്? സത്യമായ പ്രതികരണ, സത്യസന്ധമായ പ്രതികരണം. വോട്ട് നേടാൻ മാത്രം മേഡത്തിനെ കൊണ്ടുവന്ന് കേരളം ഒട്ടുക്കും വോട്ട് നേടാൻ വേണ്ടി കൊണ്ടുവന്നു. വോട്ട് നേടി കേരളത്തിലും അറിയപ്പെടുന്ന ഒരു നേതൃസ്ഥാനത്തേക്ക് കിട്ടി. പക്ഷെ ഇപ്പൊ കുറച്ച കാലത്തായി അവഗണിക്കുന്ന പ്രവണത. ആ മേഡം പറഞ്ഞത് ശരിയാ, അദ്ദേഹത്തെ അവഗണിക്കാൻ പാടില്ലായിരുന്നു. ഒന്നാമത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇങ്ങനെ പറയാനുള്ള അവസരം കൊടുക്കരുതായിരുന്നു പാർട്ടി. അത് കൊടുക്കുകയായിരുന്നു പാർട്ടി. പക്ഷെ പറഞ്ഞത് നല്ല കാര്യമാണ്. കാരണം ഒന്നും കൂടെ BJP കേരളത്തിലോട്ട് വളരാൻ പറ്റിയ സന്ദർഭം ഈ പറഞ്ഞതിലൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ. വളരെ നന്ദി ശ്രീ ജയപ്രകാശ് പാലക്കാട് നിന്ന് വിളിക്കുകയും ഈ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. നാദാപുരത്തു നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, മധു. ശ്രീ മധുവിന് എന്ത് തോന്നുന്നു? BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശോഭാ സുരേന്ദ്രന് അർഹിക്കുന്ന സ്ഥാനം കൊടുക്കുന്നില്ലേ? പാർട്ടി പരിപാടികളിൽ വിളിക്കുന്നില്ലേ? തീർച്ചയായും ശോഭാ സുരേന്ദ്രന് എല്ലാവിധത്തിലുള്ള പിന്തുണയും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. എല്ലാ കാലവും കൊടുത്തിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ ഇപ്പോഴും സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് BJPയുടെ. അപ്പോ പറയാനുള്ള കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ തുറന്നു പറയുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ട കാര്യം. പല പ്രശ്നങ്ങളും ഉണ്ടാകാം, വ്യക്തിപരമായിട്ട് ഉണ്ടാകാം, അല്ലെങ്കിൽ സംഘടനക്കുള്ളിൽ ഉണ്ടാകാം. പക്ഷെ അതെല്ലാം പാർട്ടിക്കുള്ളിലാണ് പറയേണ്ടത്. അല്ലാതെ മാധ്യമങ്ങളിലും മറ്റും നിരന്തരം ഈ തരത്തില് പാർട്ടിക്ക് തന്നെ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ അവര്. അല്ല, അപ്പൊ ശോഭാ സുരേന്ദ്രനും കൂടി ഒരു ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. തനിക്കെതിരെ വാർത്തകൾ ഇങ്ങനെ നിരന്തരം ആരോ പാർട്ടിക്കകത്ത് നിന്ന് പടച്ചുവിടുന്നുണ്ട്. അത് ഇല്ല, അങ്ങനെ ഇല്ലെന്നാണ് താങ്കൾ പറയുന്നത്. പാർട്ടിക്കുള്ളിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന വൈസ് പ്രസിഡന്റായ അവർക്കെതിരെ ആരും സംസാരിക്കില്ല. ആ രീതിയിലല്ല. താങ്കൾ ധരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ പരസ്യമായി ഇത് പറയരുതായിരുന്നു എന്നാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ വേദികളിൽ പറഞ്ഞ് അതിന്റെ പരിഹാരം നേടണം എന്നായിരുന്നു അല്ലേ? ഏതായാലും വളരെ നന്ദി. തീർച്ചയായിട്ടും പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യം പാർട്ടിക്കുള്ളിൽ പറയാം. മധു നാദാപുരത്ത് നിന്ന് വിളിച്ചത് വളരെ നന്ദി. പ്രകാശൻ എന്നൊരു പ്രേക്ഷകൻ കോഴിക്കോട് നിന്ന്
വിളിക്കുന്നുണ്ട്. ശ്രീ പ്രകാശൻ, ഈ BJP സംസ്ഥാന അധ്യക്ഷനെ കുറ്റപ്പെടുത്തേണ്ടതുണ്ടോ? ശ്രീറാം എന്നൊരു പ്രേക്ഷകൻ ഒറ്റപ്പാലത്ത് നിന്ന് ചേരുന്നു. ശ്രീറാം, ഈ BJP സംസ്ഥാന അധ്യക്ഷനെ ശോഭാ സുരേന്ദ്രൻ കരുതുന്ന തരത്തിൽ കുറ്റപ്പെടുത്തേണ്ടതുണ്ടോ? നമസ്കാരം. ഇതില് എനിക്ക് കൂടുതൽ പറയാനുള്ളത്, ഇപ്പോ നേരത്തെ ഒരു മധു എന്നുള്ളൊരു ആള് പറഞ്ഞ പോലെ തന്നെ പാർട്ടിക്കുള്ളിലെ വിഷയങ്ങൾ പാർട്ടിയിൽ സംസാരിക്കുക എന്നൊരു കാര്യം ഉണ്ടെങ്കിൽ കൂടിയും നമ്മൾ പൊതുജനം, ഞാനൊരു BJP സപ്പോർട്ടറാണ്, അപ്പൊ പൊതുജനത്തില് മുഴുവനും നിങ്ങൾക്ക് പെടുത്താൻ പറ്റുമെന്ന് അറിയില്ല. കാര്യം ഒരു BJP സപ്പോർട്ടർ ഒരിക്കലും BJPനെ എതിർത്ത് പറയില്ല. അപ്പൊ നമ്മുടെ പാർട്ടിക്കുള്ളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് പാർട്ടി തിരിച്ചറിഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഇപ്പോ ശോഭാജിയെ പോലെ, അല്ലെങ്കിൽ സന്ദീപ് വാര്യർ, അദ്ദേഹമൊക്കെ എന്റെ വളരെ അടുത്ത് വീട് ഉള്ളൊരു വ്യക്തിയാണ്. അപ്പൊ നമുക്കൊക്കെ അദ്ദേഹം നാട്ടില് എത്രമാത്രം കാര്യങ്ങൾ ചെയ്യുന്നു. ഈ ഗ്രൗണ്ട് ലെവൽ വർക്കാണ് നമുക്ക് BJPക്ക് എത്രയും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം. ആ ഗ്രൗണ്ട് ലെവൽ ചെയ്യുന്ന വ്യക്തികളാണ് ശോഭാ സുരേന്ദ്രൻ ആണെങ്കിലും സന്ദീപ് വാര്യരൊക്കെ ആണെങ്കിലും. അപ്പൊ അവരൊക്കെ പാർട്ടിയിൽ നിന്ന് അകന്നു പോവുക, അല്ലെങ്കിൽ പാർട്ടിയുടെ മുഖ്യധാരയിൽ നിന്ന് മാറിപ്പോവുക എന്നുള്ളത് ഒരു സാധാരണ പ്രവർത്തകനെ സംബന്ധിച്ച് ഏറ്റവും വിഷമമുള്ള കാര്യമാണ്. നമുക്ക് നേതൃത്വത്തിന്റെ വിഷയങ്ങളും നമുക്ക് അറിഞ്ഞുകൂടാ, എന്തായിരിക്കും അതിന്റെ കാര്യങ്ങളെന്നോ അതിന്റെ അന്തർധാരകളോ ഈവൻ ഗ്രൂപ്പിസം ഉണ്ടോ ഇല്ലയോ ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു സാധാരണ ഒരു വാർഡിലെ ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെയൊക്കെ മുഖങ്ങളായിട്ട് പലപ്പോഴും ചാനലുകളിലൂടെ നിറഞ്ഞു നിന്ന വ്യക്തിത്വങ്ങളാണ് നിങ്ങളുടെ ശബ്ദം. അതെ, ആളുകളുടെ ശബ്ദമായിരുന്നവരെ ഒതുക്കി എന്നതാണ്. പക്ഷെ അത് അങ്ങനെ സംഭവം നടക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ ഇവിടെ കേരള രാഷ്ട്രീയത്തില് കരുതൽ, ഒരു വ്യക്തിയുടെ പ്രത്യേക കരുതൽ മൂലം മാധ്യമത്തിൽ തന്നെ ഉണ്ടാവുന്ന, അറിയാം, സാദിൻ സക്കറിയ നിങ്ങളുടെ ഒരു സഹപ്രവർത്തകനാണ്, അദ്ദേഹത്തിന് ഉണ്ടാവുന്ന വിഷമങ്ങള് ഒരു പ്രത്യേക കരുതലാണ് അതിന് കാരണം. ആ കരുതലിന്റെ ഒരു കാറ്റ് വീശി തുടങ്ങുന്നത് BJPയിലും ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഞങ്ങള് സാധാരണ ഒരു സഹയാത്രികര് വരെ. ഏതായാലും വളരെ നന്ദി. അവിടെ നിന്ന് ഒറ്റപ്പാലത്ത് നിന്ന് വിളിക്കുക, അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. വണ്ടിപ്പെരിയാറിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. ജിബീഷ് എന്നല്ലേ പേര് പറഞ്ഞത്? അതെ അതെ അതെ. ശ്രീ ജിബീഷിന് എന്ത് തോന്നുന്നു? ശോഭാ സുരേന്ദ്രൻ പറയുന്നതിനെ നമ്മൾ അത്ര കണ്ട് ഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ടോ? തീർച്ചയായും. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ പാർട്ടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അതിന്റെ ചാനൽ ചർച്ചകളിൽ പൊതുവെ സ്വീകാര്യരായിട്ടുള്ള ആളുകളെയാണ് ചർച്ചയ്ക്ക് ഇരുത്താറുള്ളത്. അങ്ങനെയുള്ള ആളുകളെ പോലും ഇവര് ഈ നേതൃത്വം അത് ചാനൽ ചർച്ചകളിൽ നിന്ന് ഉൾപ്പെടെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഇവർ ചെയ്യുന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രവർത്തിക്കാൻ കഴിവുള്ള, നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന, ജനങ്ങൾ അംഗീകരിക്കുന്ന ആൾക്കാരെ എല്ലാം പൊതുമണ്ഡലത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന കാര്യത്തിൽ ഇപ്പോഴത്തെ പാർട്ടി നേതൃത്വം വല്ലാതെ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും വളരെ നന്ദി ശ്രീ ജിബീഷ്, വണ്ടിപ്പെരിയാറിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. പൊതുവേദി ഒരു ചെറിയ ഇടവേളയിലേക്ക് നീങ്ങുന്നു. ഷോർട്ട് ബ്രേക്ക്. പൊതുവേദി തുടരുന്നു. സുനിൽ ഒറ്റപ്പാലത്ത് നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നു. സുനിൽ, ഈ ശോഭാ സുരേന്ദ്രന്റെ ആക്ഷേപങ്ങൾ കേട്ടുവോ? എന്താണ് ശോഭാ സുരേന്ദ്രന്റെ ആക്ഷേപങ്ങളോട് സുനിൽ? ഒരു സാധാരണ പ്രവർത്തകൻ എന്ന നിലയിൽ ഞങ്ങൾ ശോഭ ചേച്ചിയുടെയും സന്ദീപ് ജിയുടെയും കൂടെയാണ്. കാരണം എന്താ വെച്ചാൽ കാലങ്ങളായിട്ട് ഇന്നത്തെ നേതൃത്വം വരുമ്പോൾ ഏറ്റവും വളരെ വലിയ പ്രതീക്ഷയിലായിരുന്നു കേരളത്തിലെ BJP തീർച്ചയായിട്ടും മുന്നേറ്റത്തിന്റെ പാതയിലെത്തുന്നുള്ളത്. ആ പ്രതീക്ഷയൊക്കെ തല്ലിക്കെടുത്തിക്കൊണ്ട് കേരളത്തിലെ നേതൃത്വം ഇന്ന് ജനപ്രീതിയുള്ള നേതാക്കളെ തെരഞ്ഞു പിടിച്ച് ഒന്നും അല്ലാതാക്കാൻ ഒതുക്കാനുള്ള ഈ ശ്രമം ഇത് കേരളത്തിലെ BJPക്ക് യാതൊരു തരത്തിലുള്ള ഗുണവും ചെയ്യില്ല, യാതൊരു സംശയവുമില്ല. ഇത് കാര്യങ്ങള് മുരളീധരൻ പറഞ്ഞത് അങ്ങനെ ഇല്ല. ശോഭാ സുരേന്ദ്രനെ ഒതുക്കാനുള്ള ഒരു നീക്കം ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിപ്പോ അവർക്ക് അങ്ങനെയല്ലാതെ പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും ഉണ്ട് എന്നാണ് താങ്കളും കരുതുന്നത് അല്ലേ? യാതൊരു സംശയവുമില്ല. ഞങ്ങള് സാധാരണ പ്രവർത്തകരെ ഞങ്ങൾ കാണുന്നത് ഇത് ഒരുതരം ഗ്രൂപ്പിസം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ തീർച്ചയായിട്ടും ഇതൊന്നും ഒരു BJPയെ പോലെ ഒരു സംഘടനയില് അത്ര അഭിലഷണീയമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഏതായാലും വളരെ നന്ദി സുനിൽ, ഒറ്റപ്പാലത്ത് നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. തിരുവനന്തപുരത്ത് നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. രാജേന്ദ്രൻ, ഈ ശോഭാ സുരേന്ദ്രന് അർഹിക്കുന്ന അംഗീകാരം പാർട്ടി കൊടുക്കുന്നില്ലേ? വേദികളിൽ എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെ കാണാൻ ഇല്ലാത്തത്? സാർ, അതിന് അവർ തന്നെയാണ് അതിന് കാരണക്കാര്. ആണോ? അവർ തന്നെയാണ് കാരണക്കാര്. കാരണം കാട്ടാക്കട നിയോജക മണ്ഡലത്തില് മേഡം നല്ല പ്രകടനം കാഴ്ചവെച്ചവരായിരുന്നു. എന്നാൽ പൊതുവേദികളിൽ മിക്കവാറും അവർ തന്നെ ബോധപൂർവ്വം പിൻവാങ്ങുന്നതാണ്. അല്ലാതെ അവരാരും പാർട്ടിക്കാരും ഒഴിവാക്കുകയോ നേതൃത്വം ഒഴിവാക്കുന്നതല്ല. ഞങ്ങൾ ആദരിക്കുന്നതും ഞങ്ങൾ ബഹുമാനിക്കുന്ന ഒരു മാന്യയായ ഒരു പ്രവർത്തകയാണ് ഞങ്ങളുടെ നേതാവാണ് അവര്.
പക്ഷെ അവർ പറയുന്നു തന്നെ പാർട്ടിയിൽ പരിപാടികളിൽ കാണാനില്ലല്ലോ എന്ന ചോദ്യം പ്രവർത്തകർ ചോദിക്കുന്നു. അതിന് താനല്ല ഉത്തരം പറയേണ്ടത്, നേതൃത്വമാണ് എന്നാണ്. മാറ്റി നിർത്തി എന്നാണ് അവർ പറയുന്നത്. ഇല്ല സാർ, രാഷ്ട്രീയമാകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാക്കാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാ നേതാക്കന്മാർക്കും നേതൃസ്ഥാനം വന്നേക്കാം. അതിന് മറുപടി പറയാൻ അവർ ബാധ്യസ്ഥരുമാണ് പാർട്ടിയുടെ ഇന്നത്തെ ഔദ്യോഗിക സ്ഥാനങ്ങൾ അനുസരിച്ച്. പക്ഷെ അവർ ബോധപൂർവ്വം അവരിലേക്ക് ഒതുങ്ങുകയാണ്, അല്ല വേറെ ആരും ഒതുക്കുന്നതല്ല. അവരെ ഞങ്ങളെല്ലാം മാനിക്കപ്പെടുന്നവരാണ്. ഏതായാലും വളരെ നന്ദി രാജേന്ദ്രൻ. രാജേന്ദ്രൻ ഈ രാഷ്ട്രീയ രംഗത്തുള്ള ആളാണെന്ന് ഞാൻ ഈ സംസാരത്തിൽ നിന്ന് ഊഹിക്കുകയാണ്. ഏതായാലും വളരെ നന്ദി. കോഴിക്കോട് നിന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. മണി. ശ്രീ മണി ഒരു BJP പ്രവർത്തകനാണോ? മണി കേൾക്കാമോ? മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. അരവിന്ദ്. അരവിന്ദിന് കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? അരവിന്ദ് രാഷ്ട്രീയ രംഗത്ത് ഉള്ള ആളാണോ? അതെ, രാഷ്ട്രീയ രംഗത്ത് BJP അനുഭാവിയാണോ? അതെ അതെ. എന്ത് തോന്നുന്നു, ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവിനെ കാണാത്തത് എന്തുകൊണ്ടായിരിക്കാം? തീർച്ചയായിട്ടും വളരെ വിഷമമാണ്. കാരണം കേരളത്തിലെ ജനഹൃദയങ്ങളിലാണ് ശോഭാ സുരേന്ദ്രൻ ഇരിക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന ഓരോ മണ്ഡലങ്ങളിലും വോട്ട് ഇരട്ടിപ്പിക്കുക എന്നുള്ള വലിയ ചുമതലയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന കേരളത്തിന്റെ അതിഥേയയായിട്ടുള്ള നേതാവിന് ഉള്ള പണി. അവർ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ സംതൃപ്തരാണ്. കാരണം നേതൃത്വം അവരെ ഒരുപാട് കാര്യങ്ങളിൽ തഴയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അവരെ അങ്ങനെ തഴയുന്നത്? എനിക്കറിയില്ല അതിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. തഴയുന്നുണ്ട് എന്നതാണ് താങ്കൾക്കും തോന്നുന്നത് അല്ലേ? കാരണം ശരിയാണ്. കാരണം ഓരോ പരിപാടികൾക്ക് ക്ഷണിക്കുകയും മണ്ഡലം പരിപാടികൾ അവരുടെ പേര് നിർദ്ദേശിക്കുകയും പിന്നെ അത് കഴിയുമ്പോൾ അവരുടെ പേര് ഇല്ലാതാകുകയും ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവരെ മനഃപൂർവ്വം മാറ്റി നിർത്തുകയും ഒഴിവാക്കുകയും ചെയ്തു എന്നാണ് താങ്കളും പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും. കാരണം അവരുടെ 28 വർഷത്തെ പൊതുജീവിതം, അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ എന്താ പറയാ, അവരുടെ 28 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനം കേരളത്തിന് ആവശ്യമാണ്. ഏതായാലും അവർക്ക് കൃത്യമായിട്ടുള്ള സ്ഥാനങ്ങൾ കൊടുത്ത് നമ്മുടെ സംസ്ഥാന തലത്തിൽ അവർ മുഖ്യമായിട്ടുള്ള പരിപാടികളിലെല്ലാം അവർ വന്ന് പങ്കെടുക്കണം, അവർക്കുള്ള അതിനുള്ള പ്രാതിനിധ്യം കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ഈ ഓരോ പ്രവർത്തകന്റെയും ആവശ്യം. വളരെ നന്ദി. പാലക്കാട് നിന്ന് വിളിക്കുകയും അരവിന്ദ് ഈ അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. നീലേശ്വരത്ത് നിന്ന് ഒരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. പേരൊന്ന് പറയാമോ? വിനീഷ് അല്ലേ? വിനീഷ് എന്നല്ലേ? വിനീഷ് BJP പ്രവർത്തകനാണോ? അതെ. വിനീഷ് എന്ത് തോന്നുന്നു വിനീഷ്? ഈ ശോഭാ സുരേന്ദ്രന് എന്തു പറ്റി? എന്തുവാണ് അവരെ നിങ്ങൾ പാർട്ടി പരിപാടികൾക്കൊന്നും വിളിക്കാത്തത്? എന്റെ മാഡത്തിന് എന്തായാലും ഒരു മന്ത്രിസ്ഥാനം കൊടുക്കണം. സുരേഷ് കൊടുത്തില്ല. അവരെ കുറെ കൂടെ പരിഗണിക്കണമെന്നാണ് താങ്കൾക്കും അഭിപ്രായപ്പെടാനുള്ളത്? പരിഗണിക്കണം. എന്തായാലും എന്റെ ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കണം. അപ്പൊ ആളുകൾ ഒതുക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ് അല്ലേ? ഒതുക്കാൻ പറ്റില്ല. ഏതായാലും താങ്കൾ വളരെ നന്ദി വിനീഷ് നീലേശ്വരത്ത് നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. ശോഭാ സുരേന്ദ്രൻ ഇന്ന് വളരെ ശക്തമായ ഭാഷയിൽ ആണ് പ്രതികരിച്ചത്. BJP വയനാട് നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് നമുക്കൊപ്പം. അരുൺ വയനാട്ടിൽ ഒരു രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നയാളാണോ? തീർച്ചയായും. എന്താണ് നിങ്ങൾ ശോഭാ സുരേന്ദ്രനെ ഒതുക്കി വെക്കുന്നതിന് കാരണം? അങ്ങനെയല്ല, മാഡം പറഞ്ഞത് എന്തായാലും കറക്റ്റ് കാര്യങ്ങളാണ്. ഇപ്പത്തെ സംഘടന നടക്കുന്ന കാര്യങ്ങളാണ് മാഡം ഇപ്പം ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാൻ വയനാട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. വയനാട് ജില്ലയിലും ഇപ്പൊ നമ്മളൊരു പാർട്ടി കമ്മിറ്റി വിളിച്ച് അതിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമ്മളൊരു സംഘടനാ സെക്രട്ടറിക്കോ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അതവർ അന്വേഷിക്കുകയോ അതിനൊരു പരിഹാരം കാണുകയോ ചെയ്യാറില്ല. അവിടെയും ചെയ്യാറില്ലേ? ഇവിടെയും ചെയ്യാറില്ല. എന്തു പറ്റി ഈ പാർട്ടിക്ക് എന്ന് പറഞ്ഞാൽ പുതിയ സിസ്റ്റം ഇപ്പൊ അങ്ങനെ ആയിപ്പോയി. തിരുത്തൽ നടപടികളില്ല. ചൂണ്ടിക്കാണിക്കുമ്പോൾ അതേപടി തുടരുകയാണ്. അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇപ്പൊ നടക്കാറ് പാർട്ടിക്കുള്ളിൽ. അപ്പൊ ഇതിനെതിരെ പാർട്ടിക്കുള്ളിൽ ഇതിലൊരു പരിഹാരം കാണുന്നില്ലെങ്കിൽ ഇതേപോലെ പൊതുവേദികളിൽ വന്ന് പറയേണ്ട ഒരു ഗതികേടാണ് ഇപ്പൊ പല ആളുകൾക്കും. അപ്പൊ അവര് ഇത് പൊതു ഇടത്ത് വന്ന് പറഞ്ഞതിൽ തെറ്റില്ല എന്നാണ് അരുൺ പറയുന്നത് അല്ലേ? പിന്നെ മേഡം പറയുന്നുണ്ടല്ലോ 3 പ്രാവശ്യം അത് ഞാൻ ഉന്നയിച്ചു. എന്നിട്ട് പരിഹരിച്ചില്ലെങ്കിൽ ഇതേപോലെ നമുക്ക് പാർട്ടിയെ നന്നാക്കാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ് താനെ തുറന്നു പറയുന്നതെന്നാണ് അവരും പറഞ്ഞത്.
അത് തന്നെയാണ് പറഞ്ഞത്. ഏതായാലും വളരെ നന്ദി അരുൺ, വയനാട്ടിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. മൂവാറ്റുപുഴയിൽ നിന്ന് ഒരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, സുഭാഷ്. സുഭാഷും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണോ? അതെ, ഞാൻ ഒരു BJP പ്രവർത്തകനാണ്, 35 വർഷമായിട്ട്. എന്നിട്ട് സുഭാഷിന് എന്ത് തോന്നുന്നു, ഈ ശോഭാ സുരേന്ദ്രൻ എന്ത് പറ്റി, എന്തുകൊണ്ടാണ് അവർ വേദികളിൽ ഇല്ലാത്തത്? ശോഭാ സുരേന്ദ്രനല്ല പറ്റിയത്. ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ പോക്ക് ശരിയല്ല. അണികൾക്ക് ആർക്കും വിശ്വാസമല്ലാത്തൊരു രീതിയിലാണ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ. കെ സുരേന്ദ്രൻ മാത്രമല്ല, ഇന്ന് കേരളത്തിൽ പാർട്ടിക്ക് സംസ്ഥാന തലത്തിൽ നേതൃത്വം കൊടുക്കുന്ന നേതാക്കളൊന്നും വിശ്വാസയോഗ്യരല്ല. കാരണം അടുത്ത കാലത്ത് നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വന്ന ചലച്ചിത്ര രംഗത്തുള്ള പലരും, മുഴുവൻ ആളുകളും ഏറ്റവും ഞങ്ങളെ പാർട്ടി പ്രവർത്തകരെ വേദനിപ്പിക്കുന്നത് അലി അക്ബർ സാറിന്റെ പോക്കാണ്. അദ്ദേഹം ഇലക്ഷന്റെ കൊടുവള്ളിയിൽ മത്സരിച്ചപ്പോഴുള്ള അനുഭവം അദ്ദേഹം പങ്കുവെക്കണം കണ്ടിട്ട് ഞങ്ങളുടെ പ്രവർത്തകരുടെ തന്നെ ഹൃദയം തകരുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും താങ്കളുടെ വാക്കുകൾ BJP നേതൃത്വം കേൾക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ തിരുത്തൽ നടപടികൾക്ക് ഒരു തുടക്കമാകട്ടെ ഇത് എന്ന്. ഏതായാലും ഈ വിഷയത്തിൽ ഞങ്ങൾ ഒരു യൂട്യൂബ് പോൾ സംഘടിപ്പിച്ചിരുന്നു. ശോഭാ സുരേന്ദ്രനെ പാർട്ടി മാറ്റി നിർത്തിയിരിക്കുകയാണോ എന്നതായിരുന്നു ചോദ്യം. പക്ഷേ അതിൽ 88% ആളുകളും മാറ്റി നിർത്തിയിട്ടില്ല എന്നാണ് പോൾ ചെയ്തിരിക്കുന്നത്. അതേസമയം 12% ആളുകൾ ശോഭാ സുരേന്ദ്രനെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.